ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്നത്തെ പോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ റീൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറെ ആൾക്കാർ എന്തായാലും ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോട്ട് പോവാം. ഓ, ആരാ ഈ വന്നേക്കുന്നത് ഫസ്റ്റ്? എനിക്കുണ്ടല്ലോ ആൻസ് വാങ്ങിട്ടോ. എന്ത് ഒന്നുകൂടി പറ. എന്തോ ചവിട്ടാണ് കൊടുത്തത്, ഒരു മയത്തിലൊക്കെ ചവിട്ടണ്ടേ. പുള്ളിക്കാരിയുടെ കാര്യം പറയുവാണെങ്കിൽ തല്ലെരന്ന് മേടിക്കാൻ നടക്കുക. എന്തെങ്കിലും കാണിക്കും. ഞാനിപ്പോ ഇതിനോടൊക്കെ പൊരുതി മുട്ടി കഴിഞ്ഞു. സത്യം വലിയത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും കമന്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തോന്നുന്ന കാര്യങ്ങൾ തന്നെ ഇത്. കുഴപ്പമില്ല, അവര് നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷെ ചവിട്ടി ചവിട്ടി ആ കൊച്ചിന്റെ ചന്തി ഇപ്പൊ തേഞ്ഞെന്നാ കേട്ടത്. കോളേജ് ഡ്രസ് ഓക്കെ, ബട്ട് അടുത്തെന്തുവാ അതാ ഡ്രസ്സോ? ഇത് മറ്റേ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടോണ്ടിരുന്ന അമ്മാവനാ ഇപ്പൊ വേണ്ട ഇൻസ്റ്റാഗ്രാമിലും കയറി കളിക്കുന്നത്. ഓ, എക്സ്പ്രഷൻ ക്യൂട്ടസ് വാരി അങ്ങ് എറിയുക. ഇതെന്തുവാടാ അത്? എങ്ങനെ പറ്റുന്നടാ ഇതൊക്കെ? ഒരു 13 വട്ടം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു നോക്കും. പിന്നെ അവസാനം നാക്കിട്ട് നീട്ടി പാമ്പിനെ പോലത്തെ കുറെ എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു പാട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീല് സെറ്റ്. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന പോലെ ആയിരിക്കും. മില്യൺസ് ഓഫ് വ്യൂസും ലൈക്കും ആയിരിക്കും ഇതിനൊക്കെ കിട്ടുന്നത്. എങ്ങനെ ഇത്ര പതിയെ പറയേണ്ട കാര്യം എന്തോ അമ്മച്ചി? പറച്ചിലൊക്കെ കേട്ടാ തോന്നും ചന്ദ്രനിലേക്ക് പോവാന്ന്. എന്തായാലും അമ്മച്ചി എന്തായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയിട്ട് വാ, എവിടോട്ടാണേലും. അത്ര എനിക്കിപ്പോ പറയാനുള്ളു. തൊലയാൻ കിടക്കുക. അയ്യോ സഹിക്കത്തില്ല ഒന്നും കണ്ടു കഴിഞ്ഞാ. നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചേരം കഴിഞ്ഞ് തീർന്നോളൂ. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും മാറാ. രണ്ടായിരത്തി സത്യം പറഞ്ഞ കല്യാണത്തിന് മേളമായിരുന്നു. എല്ലോളം തരിന്ന് വെച്ചാൽ അങ്ങ് വേറെ ലെവലിൽ നിൽക്കുവായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാം തിരിച്ചു വന്നോണ്ടിരിക്കുവല്ലേ. പണ്ടുള്ള എല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഓരോന്നിനൊക്കെ കല്യാണം കഴിയുന്നു പോകുന്നു, നമ്മള് ഇങ്ങനെ ഇരിക്കും ഇവിടെ. ആട്ടുകുട്ടി മുട്ടയിട്ട് കോഴി കുഞ്ചി കൊഞ്ച് പൊരിച്ച് കോഴി കുഞ്ച് ആട്ടുകുട്ടി മുട്ട. ആട്ടുകുട്ടികളും ദേട്ടൊരു ആട്ടും കാട്ടോ ഇരിക്കും. എന്തായാലും രണ്ടും ഒരു ഫ്രെയിമിൽ വന്നോണ്ട് കൊള്ളാം. നൈസ് ക്രിയേറ്റിവിറ്റി കേട്ടോ, വേറെ ആരും ചെയ്യത്തില്ല ഇത്. ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ ഏതേലും ഒരുത്തിന് ഇത് നിങ്ങളുടെ ഫോണിൽ അയച്ചു തരുന്നേ. वाओ क्या लड़का है, वेरी हैंडसम बॉय, इससे तो बहुत मजा. ഉമ്മ വന്നതാണ് ആ വാട ഇങ്ങി വരെ അടിച്ച്. അവര് വല്ല പല്ലി അയച്ചിട്ട് വല്ല ഇരുന്ന് റീൽ ചെയ്യാൻ നോക്കടാ. ആ കണ്ണിലെ തീഷ്ണത കണ്ടോ നിങ്ങള്? ഇത്ര ഫോട്ടോ എടുത്തില്ല, എന്നാ പിന്നെ കാലന്റെ കൂടെയുള്ള ഫോട്ടോ കൂടെ വെക്കണ്ടായിരുന്നു. 2028 ലോകം അറിയുന്ന ഒരു സെലിബ്രിറ്റി ആവും നീ. ഇവന്മാരെ എനിക്ക് നല്ലവണ്ണം എനിക്ക് അറിയാം കേട്ടോ. ഇവന്മാര് മറ്റേ ടിക്ടോക്ക് പാടങ്ങളെ ഇവന്മാരെ നീ ഏരിയ പോലും കാണണ്ട. പോ കഞ്ചാവ് വലിച്ചോണ്ടല്ലേ പിടിച്ചത്, പുലിപ്പല്ലിട്ടോണ്ടല്ലേ അറസ്റ്റ് ചെയ്തത്. എന്റെ ദൈവമേ, ജാമ്യം കിട്ടുമോ? എന്റെ പൊണ്ണു സാർ എന്നെ വെറുതെ വിടുമോ? ആദ്യമേ ചുണ്ടിന്റെ ഇടയിൽ വെച്ചേക്കുന്ന സാധനം എടുത്ത് ആദ്യമേ കളാ, എന്നിട്ട് വല്ല എഴുന്ന് പാട്ട് പാടാൻ നോക്ക്. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, പിന്നെ അമ്മാവന്മാര് കുറ്റിയും പറിച്ച് ഇറങ്ങി വന്നോളൂ ഓരോന്നൊക്കെ പറയാനായിട്ട്. ഇത് വേടം കാണാതിരുന്നാ കൊള്ളാം. എന്താ പേര്? രാമൻകുട്ടി. ചിലര് കല്യാണ രാമൻ എന്ന് വിളിക്കും, ചിലവര് വാണക്കുറ്റിന്ന് വിളിക്കും. ഒരു മാമൻ അവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. ആരുടെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പാട്ടിടുന്നേ? പുള്ളി തന്നെ ലിപ്സിങ് ഇറക്കുമായിരുന്നോ? മനസ്സിലായില്ല. ഇത് മറ്റേ സാധനം തന്നെ ഫേസ്ബുക്ക് കിടന്ന് നേരെ റീലിലോട്ട് വന്നു. അപ്പൊ ഇന്നത്തേക്കിന് ഇത്ര ഉള്ളു. എല്ലാവരും അടുത്ത വീഡിയോ എന്തായാലും പോയി കാണുക. അപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണം. അടുത്ത വീഡിയോ എന്തായാലും ചാനലിൽ കാണും. നിങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കിയാൽ മതി. നമ്മൾ ഇനി ഡെയിലി അപ്ലോഡൊക്കെ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബാക്കി വീഡിയോ ഒക്കെ ചാനലിൽ കാണുക. എന്തായാലും നിങ്ങൾ എന്തായാലും പോയി കണ്ടേക്കണം. പിന്നെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്തേക്കണം. ലിങ്കും കാര്യങ്ങളും ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം.
അപ്പൊ ഇന്നത്തേക്കിന് എത്ര നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.